ഇറാൻ ഒരിക്കലും യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ശക്തമായ ഭാഷയിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇറാന് മുന്നിൽ അമേരിക്ക ഒരു പുതിയ ആണവ കരാർ നിർദ്ദേശം അവതരിപ്പിച്ചെങ്കിലും ഇറാൻ അത് നിരസിച്ചതായി റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. അമേരിക്ക മുന്നോട്ട് വെച്ച ആണവ നയം തങ്ങളുടെ താൽപര്യം നിറവേറ്റുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇറാൻ അമേരിക്കയുടെ പുതിയ ആണവ നയം തള്ളിയിരിക്കുന്നത്. യുറേനിയം സമ്പുഷ്ടീകരണം തുടരണമെന്നാണ് ഇറാന്റെ ആവശ്യം. എന്നാൽ അമേരിക്ക അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനെ തുടർന്ന് ആണവ കരാറിനുള്ള ചർച്ച എങ്ങുമെത്താതെ പാതി വഴിയിൽ തന്നെ നിൽക്കുകയാണ്. ആണവ കരാറിനായുള്ള പുതിയ ഓഫർ ഇറാനുമായി പങ്കുവച്ചിട്ടുണ്ടെന്ന് അമേരിക്ക പറയുകയും അത് ഇറാൻ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് ഇറാൻ ഭരണകൂടത്തിന് വിശദവും സ്വീകാര്യവുമായ ഒരു നിർദ്ദേശം അയച്ചിട്ടുണ്ടെന്നും അത് അംഗീകരിക്കുന്നതാണ് അവർക്ക് നല്ലതെന്നും ഇല്ലെങ്കിൽ പ്രസിഡന്റ് തന്നെ ആവർത്തിച്ചതുപോലെ അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിന ലെവിറ്റ് താക്കീത് നൽകുകയും ചെയ്തിരുന്നു. ഇറാൻ ഒരിക്കലും ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ കഴിയില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ലെവിറ്റ് പറഞ്ഞു. അതേസമയം ഇറാൻ ഒരിക്കലും യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ശക്തമായ ഭാഷയിൽ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇറാനിലെ ജനങ്ങളുടെ തത്വങ്ങൾക്കും ദേശീയ താൽപര്യങ്ങൾക്കും അവകാശങ്ങൾക്കും അനുസൃതമായി അമേരിക്കൻ നിർദ്ദേശത്തോട് ഇറാൻ പ്രതികരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള 6ാം റൗണ്ട് ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുതിയ സംഭവ വികാസം ഉണ്ടായിരിക്കുന്നത്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് പ്രശ്നത്തിന്റെ കാതൽ. എന്നാൽ ഇറാൻ അത് പൂർണ്ണമായും നിരസിക്കുകയും ചെയ്യുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടമാക്കാൻ ശ്രമിക്കുന്നതായി ഇറാൻ നിഷേധിക്കുന്നു. എന്നിരുന്നാലും UN അറ്റോമിക് ഏജൻസിയുടെ റിപ്പോർട്ട് കാണിക്കുന്നത് ഇറാൻ 3 സ്ഥലങ്ങളിൽ വെളിപ്പെടുത്താത്ത വസ്തുക്കൾ ഉപയോഗിച്ച് രഹസ്യ ആണവ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ്. യുറേനിയം സമ്പുഷ്ടീകരണം നമ്മുടെ ആണവ പരിപാടിയുടെ താക്കോലാണ്. ശത്രുക്കൾ സമ്പുഷ്ടീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഖമേനി പറഞ്ഞ വാക്കുകളാണിത്. സ്വാതന്ത്ര്യം എന്നാൽ അമേരിക്കയിൽ നിന്നും അമേരിക്കയെ പോലുള്ളവരിൽ നിന്നും പച്ചക്കൊടി പ്രതീക്ഷിക്കാതിരിക്കുക എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ ആണവ കരാർ 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന് 100% എതിരാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി ചൂണ്ടിക്കാണിച്ചതാണിത്. എന്നാൽ ഭീകരതയും ആയുധ വ്യാപനത്തെയും പിന്തുണയ്ക്കുന്നതിനാൽ ഇറാന്റെ സെൻട്രൽ ബാങ്കും ദേശീയ എണ്ണ കമ്പനിയും ഉൾപ്പെടെ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർണായകമായ ഡസൻ കണക്കിന് സ്ഥാപനങ്ങളെ 2018 മുതൽ കരംപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അമേരിക്കയുടെ വാദം. മറ്റൊരു കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തീ കൊളുത്തിവിട്ട വ്യാപാര യുദ്ധം പല വാതിലുകൾ കടന്ന് ഒടുക്കം ട്രംപിന് നേർക്ക് തന്നെ തിരിച്ചെത്തി എന്നുള്ളതാണ്. ഇതിനു മുന്നേയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ലോകം കണ്ടു കഴിഞ്ഞു. ആ യാത്രക്കിടെ പരിക്കേറ്റവരും പിടിച്ചു നിന്നവരും തഴച്ചു വളർന്നവരും ഒക്കെയുണ്ട്. എല്ലാം തുടങ്ങി വെക്കുമ്പോൾ സത്യത്തിൽ ട്രംപ് പോലും സംഭവിക്കാനിടയുള്ള അത്തരം തിരിച്ചടികളെ പറ്റി ഓർത്തു കാണാനിടയില്ല. ആഗോളവൽക്കരണം എന്ന ആശയം തന്നെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് അമേരിക്കയാണ്. തങ്ങളുടെ വിപണിയുടെ വളർച്ച ഏതാണ്ട് ഉയരത്തിലെത്തിയെന്ന് ബോധ്യമായതോടെ ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി വിപണി വിപുലീകരിക്കാനുള്ള തന്ത്രമാണ് ആഗോളവൽക്കരണത്തിലൂടെ അമേരിക്ക നാളിതുവരെ നടപ്പിലാക്കി വന്നത്. എന്നാൽ താമസിയാതെ ചൈന പോലുള്ള മറ്റു പല രാജ്യങ്ങളും കൂടി ആഗോളവൽക്കരണത്തിന്റെ ഗുണഭോക്താക്കളായി മാറി. അതത്ര ബോധിക്കാതെ വന്നതോടെയാണ് തന്റെ രാജ്യത്തെ പഴയ പ്രതാപ വഴിയിലേക്ക് തിരിച്ചു നടത്തിക്കാനെന്നോളം അമേരിക്ക ഈ വ്യാപാര യുദ്ധം തുടങ്ങിവെക്കുന്നത്. WTO, GATT തുടങ്ങിയവ വഴി അമേരിക്ക തന്നെ വ്യാപാര രംഗത്ത് സൃഷ്ടിച്ച ലോകക്രമമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് തീരുവ ഏർപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു നടത്താൻ ട്രംപ് ശ്രമിച്ചതും. എന്നാൽ സ്വന്തം പോസ്റ്റിലേക്ക് തന്നെ ഗോളടിക്കുന്ന ഈ താരിഫ് കളിയിലൂടെ തങ്ങളുടെ തന്നെ പരാജയത്തിലേക്കാണ് വണ്ടി കയറിയതെന്ന് തുടക്കം മുതൽ തന്നെ സാമ്പത്തിക വിദഗ്ധരും ആഗോള ഗവേഷണ ഏജൻസികളും മുന്നറിയിപ്പ് നൽകിയിട്ടും മുന്നോട്ടു പോകാൻ തന്നെയായിരുന്നു ട്രംപ് തീരുമാനിച്ചത്. ഇപ്പോഴിതാ ട്രംപിന്റെ വ്യാപാര യുദ്ധവും ചൈനീസ് വിദ്യാർത്ഥികളോടുള്ള എതിർപ്പും ശക്തമായി നിലനിൽക്കുന്നതിനിടെ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ സഹകരണം ലക്ഷ്യമിട്ട പുതിയ നീക്കമാണ് ചൈന നടത്തുന്നത്. ആസിയാൻ അംഗങ്ങളായ ബ്രൂണൈ, കംബോഡിയ, ഇന്തോനേഷ്യ, ലാവോസ്, മലേഷ്യ, മ്യാൻമർ, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾക്കും ചൈനയിലൂടെ നിരീക്ഷണ പദവിയിലുള്ള തിമോർ ലെസ്റ്റേൽ ഉള്ളവർക്കും ചൈനയിലേക്ക് എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പുതിയ പദ്ധതി സഹായിക്കും. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാർ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്കാണ് പ്രധാന പരിഗണന നൽകുക. നിലവിൽ സിംഗപ്പൂർ, തായ്ലാന്റ്, മലേഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ചൈന അനുവദിച്ചിട്ടുള്ള വിസ ഇളവുകളാണ് ആസിയാൻ വിസയിലൂടെ മറ്റ് രാജ്യങ്ങൾക്കും കൂടി ബാധകമാവാൻ പോകുന്നത്. 5 വർഷത്തേക്കുള്ള മൾട്ടിപ്പിൾ എൻട്രിയാണ് അനുവദിക്കുക. ഓരോ തവണയും പരമാവധി 6 മാസ കാലയളവിൽ ചൈനയിൽ തങ്ങാം. ഈ രീതിയിലാണ് ചൈന ഒരു തിരിച്ചടി പ്ലാൻ കുറിക്കുന്നത്.